ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുന്നത്. 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. അവസാന ലാപ്പിൽ ദേശീയ നേതാക്കളെ മുഴുവൻ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് ചെന്നൈയിൽ നിന്ന് അനീഷ് കെ ശിവദാസിലേക്ക്. അനീഷ്, പ്രചണ്ഡ പ്രചാരണത്തിന് അല്പസമയത്തിനകം സമാപനമാവുകയാണ്. ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ഇന്ന് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിലെ പരസ്യ പ്രചാരണം എങ്ങനെയാണ്? അനുജ, ഒരു മാസം മാത്രമാണ് പ്രചാരണത്തിന് തമിഴ്നാട്ടിൽ സമയം കിട്ടിയത്. അവസാന ദിവസമാകുമ്പോൾ, പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മുന്നണികൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ടി നഗറിലെ കുമരൻ കോളനി സെക്കൻഡ് സ്ട്രീറ്റിലാണ്. ഇവിടെ ചെന്നൈ സൗത്ത് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയായിരിക്കും ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ അവരുടെ വാഹന പ്രചാരണത്തിന് തുടക്കം കുറിക്കുക. അല്പസമയത്തിനകം അവർ ഇങ്ങോട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. DMK ഇന്ന് ബസന്ത് നഗർ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ ബസന്ത് നഗറിലെ പൊതുറാലിയിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഏതായാലും ഒരു മാസം നീണ്ട പ്രചാരണത്തിന് ഇന്ന് സമാപനം കുറിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് DMKയും BJP നയിക്കുന്ന മുന്നണിയും ഒപ്പം അണ്ണാ DMKയും. നമുക്കറിയാം, BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇത്തവണ തമിഴ്നാട്. എന്നാൽ തമിഴ്നാട്ടിൽ ഇത്തവണ BJP നിലം തൊടില്ല എന്നാണ് അല്പസമയം മുൻപ് MK സ്റ്റാലിൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. തമിഴ്നാട്ടിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് എതിരാണ് BJP എന്നും തമിഴ്നാട്ടിൽ DMKയും അണ്ണാ DMKയും തമ്മിലാണ് മത്സരമെന്നും ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ തുടരണമെങ്കിൽ DMK സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്നും MK സ്റ്റാലിൻ കുറിച്ചിരുന്നു. ഏതായാലും അവസാന മണിക്കൂറിൽ കടക്കുമ്പോൾ നേതാക്കൾ വാക്പോരും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. 39 മണ്ഡലങ്ങളാണ് ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. ഇന്ന് 6 മണിയോടുകൂടി പരസ്യപ്രചാരണം അവസാനിക്കുന്നതോടുകൂടി വെള്ളിയാഴ്ച ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഇത്തവണ 17 സംസ്ഥാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ വോട്ട് തേടുന്നത്. അതിൽ 10 സംസ്ഥാനങ്ങളിലും മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 11ഇടത്ത് ഭാഗികമായി മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഇന്ന് പ്രധാന നേതാക്കളെല്ലാം തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണം നയിക്കുന്നുണ്ട്. ഉദയനിധി സ്റ്റാലിൻ, DMK സർക്കാരിലെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയും സ്പോർട്സ് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഈ അവസാന മണിക്കൂറുകളിൽ പ്രചാരണം നയിക്കുന്നത്. ഇവിടെയാണ് K അണ്ണാമലൈ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, മത്സരിക്കുന്നത്. BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് കോയമ്പത്തൂർ. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ എത്തി പ്രചാരണം നയിച്ചിരുന്നു. JP നദ്ദ, അമിത്ഷാ, നിതിൻ ഗഡ്കരി ഒക്കെ, നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ ഒരു വലിയ നിര തമിഴ്നാട്ടിലേക്ക് എത്തുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. BJP ഏറെ പ്രതീക്ഷയോടെ കാണുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിൻ്റെ വിധി എഴുതാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. നാളത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം തമിഴ്നാട് വിധി എഴുതും. ഇത്തവണ 400 സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന BJPക്ക് തമിഴ്നാട് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMK സഖ്യത്തോടൊപ്പമാണ് BJP മത്സരിച്ചതെങ്കിൽ ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39 സീറ്റുകളിൽ 38 സീറ്റുകൾ DMK നേടിയപ്പോൾ ഒരു സീറ്റ് മാത്രമാണ് അണ്ണാ DMK BJP സഖ്യത്തിന് നേടാനായത്. അത് തേനിയിൽ O പനീർസെൽവത്തിൻ്റെ മകൻ രവീന്ദ്രനാഥിലൂടെയായിരുന്നു. എന്നാൽ വോട്ടർമാർക്ക് പണം നൽകിയെന്ന കേസിൽ അദ്ദേഹത്തിന് അയോഗ്യനാവേണ്ടി വന്നു. തുടർന്ന് ഇപ്പോൾ പ്രതിപക്ഷ സഖ്യങ്ങൾക്ക് ഒരു സീറ്റ് പോലുമില്ല. 38 സഖ്യവുമായി DMK അപ്രമാദിത്വം തുടരുകയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിലും തുടരും എന്ന് തന്നെയാണ് DMK ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് കീഴിലാണ് DMK അണിനിരക്കുന്നത്. CPIM, CPI, VCK, മുസ്ലിം ലീഗ് പാർട്ടികൾ എല്ലാം തന്നെ DMK സഖ്യത്തിനൊപ്പമാണ് ഇത്തവണ. മറുവശത്താണെങ്കിൽ അണ്ണാ DMKയും വിജയകാന്തിൻ്റെ പാർട്ടിയായ DMDKയും മാത്രമാണ് മുന്നണി സമവാക്യത്തിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മുന്നണി സമവാക്യത്തിൽ മത്സരിച്ചിരുന്ന BJP ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അവരുടെ കൂടെയുള്ളത് TTV ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകമാണ്. ഒപ്പം അവരുടെ ഒപ്പമുള്ളത് മറ്റു മൂപ്പനാർ കോൺഗ്രസും തമിഴ് മാനില കോൺഗ്രസും ഇത്തവണ BJP സഖ്യത്തോടൊപ്പമാണ് മത്സരിക്കുന്നത്. 22 സീറ്റുകളിൽ BJP ഇത്തവണ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇത്രയധികം സീറ്റുകളിൽ BJP മത്സരിക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. താരമണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കന്യാകുമാരി, കനിമൊഴി മത്സരിക്കുന്ന തൂത്തുക്കുടി, K അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ, TTV ദിനകരൻ മത്സരിക്കുന്ന തേനി,
ഒപ്പം ദയാനിധി മാരൻ മത്സരിക്കുന്ന ചെന്നൈ സെൻട്രൽ, സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഗവർണർ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോയ ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ തിരികെ എത്തിയ മണ്ഡലം ചെന്നൈ സൗത്ത്, അങ്ങനെ വിവിധങ്ങളായ രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങൾ ഇത്തവണ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് തേടുന്ന തമിഴ്നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തമിഴ്നാട്ടിലിത് എന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ തവണ വോട്ടിംഗ് പെർസെൻറ്റേജ് 72.44%. ഇത്തവണ പതിവിൽ കവിഞ്ഞ ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. ഇതെല്ലാം വോട്ടെടുപ്പിനെ ബാധിക്കുമോ എന്നൊരു ആശങ്ക മുന്നണികൾക്കുണ്ട്. എന്തായാലും അവസാന മണിക്കൂറുകളിലേക്ക് പരസ്യപ്രചാരണം കടക്കുമ്പോൾ വോട്ടർമാരെ പരമാവധി ആകർഷിക്കാനും വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് DMKയും അണ്ണാ DMKയും BJPയും ഉള്ളത്. ഇന്നലെ വരെ JP നദ്ദ, BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങളാണ് അനീഷ് ശിവദാസ് നൽകിയത്. കന്യാകുമാരിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. VA ഗിരീഷ് ഉണ്ട് തത്സമയ വിവരങ്ങളുമായി. ഗിരീഷ്, കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണനെ പോലെയൊക്കെയുള്ള നേതാക്കൾ മത്സരിക്കുന്ന സ്ഥലമാണ്. അവിടെ ദേശീയ നേതാക്കൾ, അതായത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ BJPയുടെ ഭാഗത്തു നിന്നൊക്കെ എത്തി പ്രചാരണം നടത്തുന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പരസ്യപ്രചാരണം തീരാനിരിക്കെ അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ പാർട്ടികൾ വളരെ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന തമിഴ്നാട്ടിലെ ഏക മണ്ഡലമാണ് കന്യാകുമാരി എന്നുള്ളത്. കാരണം മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ DMKയും AIADMKയും പോലുള്ള പ്രാദേശിക പാർട്ടികൾ തമ്മിലാണ് മത്സരമെങ്കിൽ കന്യാകുമാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസും BJPയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണത്തിനും മത്സരത്തിനുമെല്ലാം ചൂടേറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രചരണം അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പ്രചരണ രംഗത്താണ്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രചരണം ആരംഭിച്ചത്. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഈ പ്രചരണം നാഗർകോവിലെത്തി അവസാനിക്കുന്നു. കേരളത്തിലേതുപോലെ വലിയ ബഹളങ്ങളോ കൊടിതോരണങ്ങളോ ബാൻഡ് മേളങ്ങളോ ഒന്നും ഇവിടുത്തെ കൊട്ടിക്കലാശത്തിനില്ല. അതാത് സ്ഥലങ്ങളിൽ ഈ സമയമാകുമ്പോൾ പ്രചരണം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് പ്രത്യേകിച്ചും കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. തമിഴ്നാട്ടിലെ മറ്റുള്ളിടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു രീതിയാണ് ഇക്കാര്യത്തിൽ കന്യാകുമാരിയിൽ അവലംബിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ള BJPയുടെ മുൻനിര നേതാക്കൾ, NDAയുടെ മുൻനിര നേതാക്കൾ, സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ, DK ശിവകുമാറിനെ പോലുള്ള മുൻനിര നേതാക്കളെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയും ഒക്കെ പ്രചരണ രംഗത്ത് സജീവമായ ഒരു മണ്ഡലം കൂടിയാണ് കന്യാകുമാരി. വളരെയേറെ പ്രതീക്ഷകളുള്ള മണ്ഡലം ഓരോ പാർട്ടികൾക്കും. കാരണം BJPക്ക് 30% വോട്ട് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി നില നോക്കുകയാണെങ്കിൽ 22 സ്ഥാനാർത്ഥികൾ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ മത്സരം യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ വിജയ് വസന്തും അതോടൊപ്പം തന്നെ BJPയിലെ പൊൻ രാധാകൃഷ്ണൻ തമ്മിലാണ്. ഇതോടൊപ്പം ഏറെ നിർണായകമായ മറ്റൊരു ഘടകം AIADMKയുടെ സ്ഥാനാർത്ഥിയായി നസ്രത്ത് പസലീനിയൻ കൂടി രംഗത്തുണ്ട് എന്നുള്ളതാണ്. CSI സഭാംഗമായ നസ്രത്ത് പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ കന്യാകുമാരിയിലെ മറ്റ് മുന്നണികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുമെന്ന തിരിച്ചറിവ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ മാറി മറിയാതിരിക്കാനുള്ള തന്ത്രങ്ങൾക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ രൂപം നൽകിയിട്ടുള്ളത്. നിശബ്ദ പ്രചരണത്തിലൂടെ വോട്ടുകൾ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിരിക്കുന്ന തീരുമാനവും. അനുജ, അതാണ് കന്യാകുമാരിയിൽ നിന്നുള്ള വിവരങ്ങൾ.